ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ക്രൈം ഫയൽസിൻ്റെ സീസൺ 2 കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്ന്, സീരീസിലെ പ്രധാന ക്യാരക്ടറായിട്ടുള്ള നോബിളിനെ ആദ്യം കാണിക്കുന്ന സമയത്ത് അയാൾക്ക് തുമ്മലും ജലദോഷവും എല്ലാം ഉള്ളതായി കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അയാൾ സ്ഥലം മാറ്റം കിട്ടി മറ്റൊരു സ്ഥലത്തേക്കായി ജോലിക്ക് പോകുമ്പോൾ സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ജലദോഷത്തിനും തുമ്മലിനുമെല്ലാം ആവി പിടിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ആ ഒരു മെഷീനും കൂടി കരുതിയിരിക്കുന്നതായി കാണാം. രണ്ട്, ആ ഒരു മ്യൂസിയം കേസ് നടക്കുന്ന സമയത്ത് അവിടെ നിന്നും ഒരുപാട് പുരാവസ്തുക്കളും മറ്റും നഷ്ടമായിട്ടുള്ളതായി കാണിക്കുന്നുണ്ട്. എന്നാൽ സീരീസിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയം ഇങ്ങനെ അവിടെ നിന്നും പുരാവസ്തുക്കൾ മാത്രമല്ല, അവിടെ സൂക്ഷിച്ചിരുന്ന കുറച്ച് പൈസ, ഏകദേശം 5000-ന് മുകളിൽ വരുന്ന സംഖ്യയും അവിടെ ഉണ്ടായിരുന്ന കാൽക്കുലേറ്ററും കുറച്ച് മ്യൂസിയം ഫയൽസുമെല്ലാം ഇവർ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നതായും കാണാം. മൂന്ന്, ആദ്യ സീസണിന്റെ അവസാനത്തിൽ ആ കേസ് വിജയകരമായി അന്വേഷിച്ച് അവസാനിപ്പിച്ചതുകൊണ്ട് ലാലിനും അജു വർഗീസിനുമെല്ലാം ബാഡ്ജുകൾ കിട്ടുന്നതായി കാണിച്ചിട്ടുണ്ട്. സോ ആ ബാഡ്ജുകളാണ് ഈ സീരീസിലുടനീളം അവർ നെഞ്ചത്ത് സൂക്ഷിച്ചിരിക്കുന്നതായി കാണിക്കുന്നത്. ജെയ്സ്മോൻ എന്ന ക്യാരക്ടറിന്റെ ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുന്ന സമയം ജെയ്സ്മോന്റെ കൂടെ ഉണ്ടായിരുന്ന ടിപ്പു എന്ന പട്ടിയെ ഒരു കുട്ടി എറിഞ്ഞതുകൊണ്ട് ആ കുട്ടിയെ മാത്രം ഉപദ്രവിച്ചാൽ പോരായിരുന്നു എന്ന് അധ്യാപകൻ ചോദിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇതിനിപ്പോ ആ പട്ടീനെ എറിഞ്ഞതിനാണെങ്കിൽ ആ എറിഞ്ഞവനെ മാത്രം അടിച്ചാൽ പോരെ, ഇതാ കൂട്ടത്തിലെ സകല പിള്ളേർക്കും കിട്ടിയെന്നേ. എന്നാൽ ആ സമയം ഈ ഒരു കുട്ടി മാത്രമാണ് എറിയുന്നതായി കാണിക്കുന്നതെങ്കിലും ടിപ്പുവിന്റെ അടുത്തേക്ക് ഒരുപാട് കല്ലുകൾ വീഴുന്നതായും ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പല കുട്ടികളും എറിഞ്ഞതുകൊണ്ടാണ് ഇവരെ എല്ലാം ജെയ്സ്മോൻ ആക്രമിച്ചതെന്നും മനസ്സിലാക്കാം. ഈ സീരീസിന്റെ ഇടയ്ക്ക് വെച്ച് ആലുവ, കൊച്ചി എന്നീ സ്ഥലങ്ങളെല്ലാം എഴുതി കാണിക്കുകയും ആ സമയങ്ങളെല്ലാം അവിടുത്തെ പ്രധാന കാര്യങ്ങളായിട്ടുള്ള പാലം, മെട്രോ ട്രെയിൻ തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ചു പോകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡിന്റെയും തുടക്കത്തിൽ ആ ടൈറ്റിലും മറ്റും എഴുതി കാണിക്കുന്ന സമയത്ത് പിന്നീട് വരുന്ന ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഗ്രാഫിക്സ് രൂപത്തിൽ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. അടുത്തത്, അയ്യപ്പൻ കൂട്ടുകാരന്റെ കയ്യിൽ നിന്നും എടുക്കുന്ന ആ കാർ ലൈഫ് ഒരു ഗണപതി അല്ലെങ്കിൽ വിനായക വിഗ്രഹം ഇരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. പിന്നീട് ജെയ്സ്മോൻ ഈ വിഗ്രഹം എടുത്തു മാറ്റുന്നതായും അതിനുശേഷം പോലീസുകാർ ഈ ഒരു കാർ കണ്ടെത്തുന്ന സമയത്ത് ആ വിഗ്രഹം ഇരുന്ന സ്ഥലം കാണിക്കുകയും തൊട്ടടുത്ത ഷോട്ടിൽ മറ്റൊരു കാറിലായി അതേ സ്ഥാനത്ത് ജോക്കറിന്റെ രൂപം ഇരിക്കുന്നതായും കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ കാണിച്ചതിനുള്ള കാരണം ഈ വിനായക അല്ലെങ്കിൽ ഗണപതി എന്ന് പറയുന്നത് മൃഗവുമായി, ആനയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇതിലെ ജെയ്സ്മോൻ എന്ന ക്യാരക്ടറും ഇത്തരത്തിൽ മൃഗങ്ങളെ, പ്രത്യേകിച്ച് പട്ടികളെയെല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. കുറച്ച് ദേഷ്യക്കാരനെല്ലാം ആണെങ്കിലും ആരെയും ഉപദ്രവിക്കുന്നൊന്നുമില്ലെന്നാണ് കാണിച്ചിരുന്നത്. എന്നാൽ ഇതിൽ നിന്നുമാണ് അയാളുടെ സ്വഭാവം പൂർണ്ണമായും മാറി ജോക്കറിനെ പോലെ വളരെ വയലൻസ് എല്ലാമുള്ള ഒരു സൈക്കോ ആയി മാറുന്നത്. ഇതുകൊണ്ടാണ് ആനിമലിനെല്ലാം സൂചിപ്പിക്കുന്നത് പോലെ ആ വിനായക വിഗ്രഹം ഇരുന്ന സ്ഥലം കാണിക്കുകയും തൊട്ടടുത്ത ഷോട്ടിൽ പകരമായി സൈക്കോ ആയ ജോക്കറിന്റെ രൂപം കാണിക്കുകയും ചെയ്തത്. ഈ ജെയ്സ്മോൻ റെയിൽവേ പാളത്തിന്റെ അടുത്ത് ഉപേക്ഷിച്ചു പോകുന്ന ആ കാർ പോലീസുകാർ പിന്നീട് കണ്ടെത്തുമ്പോൾ അതിൽ ഒരുപാട് മെറ്റൽ ഡസ്റ്റും കാർബണും ഉണ്ടെന്ന് കണ്ടെത്തുകയും ഈ മെറ്റൽ ഡസ്റ്റ് വന്നിട്ടുള്ളത് അവിടെ 2 ദിവസം മുന്നേ വരെ റോഡ് പണി നടന്നിട്ടുള്ളത് കൊണ്ടാണെന്ന് പറയുന്നുമുണ്ട്. എന്നാൽ ഇവിടെ കാർബൺ വന്നതിന്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും മിക്കവാറും അവിടെ റോഡ് പണി നടന്നതിന്റെ മിഷ്യന്റെ പുക അടിച്ചതുകൊണ്ടും അതുപോലെ വാഹനങ്ങളും മറ്റും പാസ് ചെയ്തപ്പോൾ അതിന്റെ പുക അടിച്ചതുകൊണ്ട് മൂലമാണെന്നുമെല്ലാം മനസ്സിലാക്കാം. മറ്റൊന്ന്, നോബിൾ കൂടെയുള്ള പോലീസുകാരോട് ആ വിരൽ നായ കടിച്ചു തുപ്പിയതാകാം എന്നതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരു എൻസൈമിന്റെ സാന്നിധ്യം ഉണ്ടാകാമെന്ന് പറയുകയും പിന്നീട് ഈ പോലീസുകാരൻ വന്നുകൊണ്ട് അതിൽ അമലൈസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സോ ഈ അമലൈസ് എന്ന് പറയുന്നത് നേരത്തെ നോബിൾ കാണിച്ചിട്ടുള്ള ആ എൻസൈമുകളുടെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ സീരീസിന്റെ ഏറ്റവും ഒടുവിൽ ഇവർ ജെയ്സ്മോനെ പിടിച്ചുവെന്നുള്ള ആ വാർത്ത കാണിക്കുന്ന സമയത്ത് അവിടെ ആ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയി എഴുതിയിട്ടിരിക്കുന്നതായി കാണാം. ജെയ്സ്മോൻ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും കഴുത്തിന് പരിക്കുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ലെന്നും കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും അത് റെഡിയാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെന്നും ലാലും മറ്റു 3 പോലീസുകാരും അടങ്ങുന്ന സംഘമാണ് ഇത് കണ്ടെത്തിയതെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയി കൊടുത്തിരിക്കുന്നതായും കാണാം. ഈ സീരീസിൽ കടപ്പാട് എന്നൊരു കാര്യത്തെക്കുറിച്ച് എടുത്തു തന്നെ പറയുന്നുണ്ട്. ഈ അമ്പിളി രാജു എന്ന ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ കടപ്പാട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരെയും സഹായിക്കുന്നതെന്നും അതുകൊണ്ടാണ് അവരെല്ലാം അമ്പിളി രാജുവിനോട് കൂറ് കാണിക്കുന്നതെന്നും കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കൂടാതെയും ഈ കടപ്പാട് എന്ന കാര്യത്തെ മനുഷ്യനും നായയുമായി, മനുഷ്യനും മൃഗങ്ങളുമായി ചേർത്തുകൊണ്ട് കാണിക്കുന്നുണ്ട്.
ടിപ്പു, ടെറി, മറ്റുള്ള നായ്ക്കൾ ഇവർക്കെല്ലാം ജെയ്സ്മോൻ എന്ന ക്യാരക്ടറിനോട് കടപ്പാടുള്ളതിനെ കുറിച്ചും ജെയ്സ്മോന് തിരിച്ച് അവരോടുള്ള കടപ്പാടിനെ കുറിച്ചുമെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിൽ അമ്പിളി രാജു എന്ന ക്യാരക്ടർ തിരിച്ചു ഓരോ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവരെല്ലാം സഹായിക്കുന്നതെങ്കിൽ ഒന്നും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലാതെയാണ് നായ്ക്കളും ജെയ്സ്മോനുമെല്ലാം അവരെ തിരിച്ച് സഹായിക്കുന്നതായും മറ്റും കാണിക്കുന്നതും. ഇങ്ങനെ കടപ്പാട് എന്നുള്ള ആ കാര്യത്തെ പല രീതിയിൽ ഈ സീരീസിലൂടെ അവതരിപ്പിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സീരീസിന്റെ ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം ആ ഒരു കാസ്റ്റ് ലിസ്റ്റും മറ്റും കാണിക്കുന്ന സമയത്ത് അതിൽ ഈ ഒരു സിറാജുദ്ദീന്റെ ജെയ്സ്മോൻ എന്ന ക്യാരക്ടറിനെയും കൂടെ വരുന്ന പ്രധാന ഡോഗ്സിനെയും മറ്റും ഫോട്ടോ സഹിതം ഉൾപ്പെടുത്തി കാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കാര്യമൊന്നും ഇത്തരത്തിൽ ഫോട്ടോ സഹിതം കാണിച്ചിരുന്നില്ലെങ്കിലും ജെയ്സ്മോന്റെയും കൂടെയുള്ള ആ ഒരു ഡോഗ്സിന്റെയും കാര്യം മാത്രം ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ളത് വളരെ മനോഹരമായി തോന്നിയിട്ടുണ്ട്. മറ്റൊന്ന്, ബാബു എന്ന ആ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്, ഈ CCDS എന്ന അസുഖം ടെറിക്ക് വന്നതിന് ശേഷം ടെറിയുടെ അമ്മയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അമ്മയ്ക്ക് 6-ാമത്തെ വയസ്സിൽ ഈ ഒരു അസുഖം വന്നിരുന്നുവെന്ന്. സോ ടെറിയുടെ വയസ്സ് നോക്കുകയാണെങ്കിൽ ടെറിക്കും ആ സമയം കൃത്യമായി 6 വയസ്സായിരുന്നുവെന്ന് കാണാം. സോ അമ്മയ്ക്ക് വന്നിട്ടുള്ള അതേ പ്രായത്തിൽ തന്നെയാണ് ടെറിക്കും ഈ ഒരു അസുഖം വന്നിട്ടുള്ളത് എന്നവിടെ കാണിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഹിഡൻ ഡീറ്റെയിൽ അല്ല. എന്നിരുന്നാലും ഈ സീരീസ് കണ്ടതിന് ശേഷം പലർക്കും പല സംശയങ്ങളും തോന്നാൻ സാധ്യത ഉള്ളതുകൊണ്ട് സീരീസിൽ വന്നിട്ടുള്ള പ്രധാന കാര്യങ്ങളെക്കുറിച്ചും സീരീസിന്റെ എൻഡിങ്ങിനെ കുറിച്ചുമെല്ലാം ഒന്ന് വിശദീകരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതായത് ടെറി എന്ന ആ ഒരു ഡോഗിന് മനുഷ്യരിലെ അൽഷിമേഴ്സ് എല്ലാം പോലെ CCDS എന്നൊരു രോഗം ബാധിക്കുകയും അതുകൊണ്ട് തന്നെ യജമാനെയും ഭക്ഷണങ്ങളും പോലും തിരിച്ചറിയാൻ കഴിയാതെ വരികയും അത്തരത്തിൽ ആ മ്യൂസിയം കേസ് അന്വേഷിക്കാനായി പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു പിന്ന് മോഷ്ടാക്കൾ അറിയാതെ പോയിട്ടുള്ള ആ ഒരു മോതിരവും വിഴുങ്ങുകയും പിന്നെ വയറ്റിൽ തന്നെ കിടക്കുകയും അതുകൊണ്ട് അത് മലത്തിലൂടെ പുറത്തേക്ക് പോവുകയും എന്നാൽ പിന്നിലൂടെ ഉണ്ടായ മുറിവ് മൂലം ആ മോതിരം സ്പ്ലീനിലേക്ക് കടക്കുകയും അത് പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്താണ് അമ്പിളി രാജു എന്ന ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ മിഥിലാജിന് കൊടുക്കാനായി 10 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യുന്നതിനായി അയ്യപ്പനോട് ഈ ഒരു മോതിരം പുറത്തേക്ക് എടുക്കാനായി പറയുന്നത്. അത് ഡയറക്റ്റായി പറയുന്നില്ലെങ്കിലും അയ്യപ്പനോട് നീ ചെയ്യേണ്ട കാര്യം തൃശ്ശൂരിലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള ബോണ്ട് വെച്ചുകൊണ്ട് അയ്യപ്പന് കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നു. ഈ അയ്യപ്പൻ ഡോക്ടറുടെയും മറ്റും വണ്ടി ഓടിച്ചിരുന്നത് കൊണ്ട് അത്തരത്തിൽ ഡോക്ടർ എക്സ്റേ എടുക്കാൻ പോയപ്പോൾ ഇത്തരമൊരു കാര്യം ആ ഒരു ടെറിയുടെ വയറ്റിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും കൂടാതെ അമ്പിളി രാജുവിന് തന്റെ ഹോൾഡെല്ലാം വെച്ചുകൊണ്ടും അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ടാകുന്ന ടെറിയുടെ വയറ്റിൽ ഉണ്ടെന്ന് പറയുന്ന ഈ ഒരു കാര്യം മ്യൂസിയത്തിൽ നിന്നും കളഞ്ഞു പോയിട്ടുള്ള മോതിരമാണെന്നും നേരത്തെ തന്നെ അറിയാമായിരിക്കാം. അതുകൊണ്ട് പിന്നീട് അമ്പിളി രാജു അയ്യപ്പനോട് ഈ ഒരു കാര്യം പറയുകയും എന്നാൽ അയ്യപ്പന് പട്ടികളെയും മറ്റും ഇഷ്ടമായതുകൊണ്ട് ആ കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായും എന്നാൽ അമ്പിളി രാജു ചെയ്തു കൊടുത്തിരിക്കുന്ന സഹായങ്ങളും മറ്റും വെച്ചുകൊണ്ട് ആ കടപ്പാടിന്റെ പുറത്ത് ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്യുന്നു. പിന്നീട് അയ്യപ്പൻ ടെറിയുടെ വയറ് കീറി ഈ ഒരു കാര്യം പുറത്തേക്കെടുക്കുകയും ഇതുമൂലം ടെറി മരണപ്പെടുകയും പിറ്റേ ദിവസം ടെറിയെ അഡോപ്റ്റ് ചെയ്യാനായി വരുന്ന ജെയ്സ്മോൻ ഡോക്ടറിൽ നിന്നും അയ്യപ്പനാണ് ഈ കാര്യം ചെയ്തതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതേ സമയം അയ്യപ്പൻ ഈ മോതിരവുമായി കോയമ്പത്തൂരിലേക്ക് പോവുകയും പൈസയുമായി തിരിച്ചു വരികയും ഭാര്യയെ വിളിച്ചുകൊണ്ട് അമ്പിളി രാജുവിനെ പറ്റിച്ചുകൊണ്ട് നമുക്ക് കടക്കാമെന്ന് പറയുകയും എന്നാൽ ഭാര്യ അതിന് തയ്യാറാകാതിരിക്കുകയും തിരിച്ച് പൈസ കൊടുക്കാനായി അമ്പിളി രാജുവിന്റെ അടുത്തേക്ക് തന്നെ വരികയും ഈ സമയം താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന താൻ ദത്തെടുക്കാനായിരുന്ന ടെറിയുടെ മരണത്തിലുള്ള ദേഷ്യം മൂലം ജെയ്സ്മോൻ ഒരു വീട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവിടേക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്ത് അയ്യപ്പനെ ഫോളോ ചെയ്ത് അയ്യപ്പന്റെ കാറിൽ കയറുകയും ആ കാറിൽ വെച്ച് അയ്യപ്പനെ ബോധം കെടുത്തിയോ അല്ലെങ്കിൽ അയ്യപ്പനെ ഉപദ്രവിച്ചോ താൻ വാടകയ്ക്ക് എടുത്തിട്ടുള്ള ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അയ്യപ്പനെ ക്രൂരമായി കൊല്ലുകയും ചെയ്യുന്നു. സോ ഇതിന് ഏകദേശം 1-2 ദിവസം എടുത്തിരിക്കാം. ഇതുകൊണ്ടാണ് ഈ സമയം അത്രയും അമ്പിളി രാജു ഫോൺ ചെയ്യുമ്പോൾ അയ്യപ്പൻ ഫോൺ എടുക്കാതിരിക്കുന്നതായി കാണിക്കുന്നത്. അങ്ങനെ അമ്പിളി രാജു മറ്റൊരു ആളുടെ സഹായത്തോടു കൂടി ഈ ഒരു ഫോൺ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് 2 ദിവസമായി എറണാകുളത്തായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ സഞ്ചരിച്ച് തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. സോ ഈ 2 ദിവസവും അയ്യപ്പൻ ജെയ്സ്മോന്റെ കൂടെ എറണാകുളത്തുള്ള ആ ഒരു വീട്ടിലായിരുന്നുവെന്നും പിന്നീട് ജെയ്സ്മോൻ ആ കാറുമായി അമ്പിളി രാജുവിനെ തേടി ഇറങ്ങിയിട്ടുള്ളതാണെന്നും അങ്ങനെ അമ്പിളി രാജുവിന് അയ്യപ്പന്റെ വോയിസ് കിട്ടാതെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് മാത്രം അയക്കുകയും അയ്യപ്പൻ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ അമ്പിളി രാജുവിനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും ആ പൈസ കൊടുത്ത് വിശ്വാസ്യത നേടിയെടുക്കുകയും പിന്നീട് വണ്ടിയിലിട്ട് അമ്പിളി രാജുവിനെയും ഉപദ്രവിക്കുകയും അതിനുശേഷം അയാളെയും കൊണ്ട് ആ ഒരു വീട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് അയാളെയും ക്രൂരമായി ഉപദ്രവിച്ച് കൊല്ലുകയും അതിനുശേഷം ഇവരുടെ ശരീരഭാഗങ്ങൾ പല കഷ്ണങ്ങളായി മുറിച്ച് ഓരോ ദിവസവും ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പട്ടികൾക്ക് തിന്നാനായി കൊടുക്കുകയും ചെയ്യുന്നു.
സോ ഇങ്ങനെയാണ് ജെയ്സ്മോൻ ആ ഒരു പ്രതികാരം ചെയ്യുന്നത്. സോ ഇതിനിടയിൽ ആ ഒരു പട്ടിയുടെ വായിൽ നിന്ന് പോകുന്ന വിരലിന്റെ പുറകെ പോകുന്ന നോബിളും സംഘവും ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും എന്നാൽ ആദ്യം ഇവർ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു പട്ടി ഭക്ഷിച്ചതിന് 10 മിനിറ്റ് മുന്നേ വരെയുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് പരിശോധിക്കുന്നത്. എന്നാൽ നോബിളിന് പിന്നീട് ഏകദേശം ഒരു 10 ദിവസം മുന്നേ വരെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാലോ എന്ന് കരുതുകയും അത്തരത്തിൽ അന്വേഷിക്കുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിലും ഈ ഒരു പട്ടികളുടെ കൂട്ടം സ്ഥിരമായി ഏകദേശം ഒരേ സമയത്ത് തന്നെ ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നുവെന്നും അത്തരത്തിൽ അന്വേഷിക്കുന്ന സമയത്ത് പല ആളുകൾ പറയുന്നതിലൂടെയും ഒരാൾ ഏകദേശം രാത്രി സമയത്ത് ഒരു പൊതിക്കെട്ടുമായി അവിടെ വന്ന് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നുവെന്നും മനസ്സിലാക്കുകയും അത്തരത്തിൽ അന്വേഷിച്ചും മറ്റും പോകുമ്പോഴാണ് അത് ജെയ്സ്മോനാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത്. അങ്ങനെ ജെയ്സ്മോനെ പിടിക്കാനായി അവർ അവിടേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോകുന്നതായി കാണിക്കുന്നുണ്ട്. അത് ജെയ്സ്മോൻ സ്വിച്ച് ഓഫ് ആക്കുന്നതല്ലെന്ന് പിന്നീട് ആ കരണ്ട് വരുന്ന സമയത്ത് ഫാൻ കറങ്ങുന്നതിലൂടെ മനസ്സിലാക്കാം. കൂടാതെ ജെയ്സ്മോൻ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയതല്ലെന്നും പകരം ആ ഒരു പ്രദേശത്ത് മുഴുവനായി കരണ്ട് പോയിട്ടുള്ളതാണെന്നും ഇവർ അങ്ങോട്ട് വരുന്ന സീനിൽ തന്നെ വ്യക്തമാകുന്നതാണ്. അതായത് ഇവർ തന്നെ പിടിക്കാൻ വരുന്നുണ്ടെന്ന് കൂട്ടുകാരിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ജെയ്സ്മോൻ ഇവർ വരുന്ന വണ്ടിയുടെയോ മറ്റോ ശബ്ദം കേൾക്കുകയും ആ സമയം പെട്ടെന്ന് കരണ്ട് പോകുന്നത് കൊണ്ട് ഫാനിൽ കയറി തൂങ്ങുകയുമാണ് ചെയ്യുന്നത്. സോ ഇതിനുശേഷം നോബിൾ അകത്തേക്ക് വരുന്ന സമയത്ത് കരണ്ട് വരികയും ജെയ്സ്മോൻ കിടന്ന് കറങ്ങുകയും ചെയ്യുമ്പോൾ തങ്ങൾ അവിടേക്ക് എത്തിയിട്ടുള്ള ആ സമയത്ത് കരണ്ട് പോയപ്പോൾ മാത്രമാണ് ജെയ്സ്മോൻ കയറി തൂങ്ങിയതെന്നും അതുകൊണ്ട് ഇതിന് അധിക സമയമായിട്ടില്ലെന്നും കരുതി ജെയ്സ്മോനെ രക്ഷിക്കാൻ ശ്രമിക്കുകയും അതിലൂടെ അയാൾക്ക് ജീവൻ ബാക്കിയുണ്ടെന്ന് തിരിച്ചറിയുകയും അയാൾ അറസ്റ്റിലാവുകയും ചെയ്യുന്നു. എന്നാൽ ജെയ്സ്മോന് മിണ്ടാൻ സാധിക്കാത്തത് കൊണ്ട് ജെയ്സ്മോന്റെ കുറ്റസമ്മതം എടുക്കാൻ കഴിയാത്തത് കൊണ്ട് അജു വർഗീസിന്റെ മനോജ് എന്ന ക്യാരക്ടർ സീസൺ 1 ആ ഒരു ക്യാരക്ടറിനെ സഹായത്തിനായി വിളിക്കുകയും അയാൾ വന്നുകൊണ്ട് ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡുകളും മറ്റും ആ ഒരു ഫ്രിഡ്ജിലും ആ വാളിലും പ്ലാസ്റ്റിക് ഷീറ്റിലും മറ്റും ഒഴിച്ചുകൊണ്ട് വീണ്ടും തെളിവുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും അതിലൂടെ ജെയ്സ്മോനെ കുടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനുശേഷം അവസാനം ജെയ്സ്മോനെയും കൂട്ടി നോബിളും മറ്റ് പോലീസുകാരും പോകുന്ന സമയത്ത് ആ പട്ടികളെല്ലാം നന്ദിയോടുകൂടി ജെയ്സ്മോനെ നോക്കി വാലാട്ടുകയും ആ സമയം ജെയ്സ്മോൻ സന്തോഷത്തോടുകൂടി ചിരിക്കുകയും ഈ സമയം ജെയ്സ്മോൻ ചിരിക്കുന്നത് കണ്ടുകൊണ്ട് നോബിൾ ചെറുതായി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ നോബിൾ ചിരിക്കുന്നതിനായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ജെയ്സ്മോൻ കൊന്നിട്ടുള്ള 2 പേരും അമ്പിളി രാജു എന്ന പോലീസ് ക്യാരക്ടർ ആണെങ്കിലും അയ്യപ്പൻ എന്ന മോഷ്ടാവാണെങ്കിലും ഈ 2 പേരും പല ക്രൂരതകളും പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുള്ളവരും കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായിട്ടുള്ളവരും തങ്ങളുടെ ലാഭത്തിന് വേണ്ടി ഒരു മിണ്ടാപ്രാണിയെ ക്രൂരമായി കൊന്നിട്ടുള്ളതുമാണ്. ഇതെല്ലാം കൊണ്ട് ജെയ്സ്മോൻ ചെയ്തതിൽ വലിയ തെറ്റില്ല എന്ന് കരുതിയിട്ടാകാം ആ പട്ടികൾ ജെയ്സ്മോനെ നോക്കി ചിരിക്കുന്നത് കണ്ടുകൊണ്ട് നോബിളും ചെറുതായി ചിരിക്കുന്നതായി കാണിച്ചത്. പകരം അവിടെ എടുത്തു പറയുന്നുണ്ടെങ്കിലും ജെയ്സ്മോനെതിരെ ഒരു തെളിവ് പോലെ പട്ടികൾ ജെയ്സ്മോനെ നോക്കി വാലാട്ടുന്നതായി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു തെളിവായി എടുക്കാൻ സാധിക്കും എന്നുള്ള അർത്ഥത്തിലല്ല നോബിൾ ചിരിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും ഇതുപോലെ ഈ സീരീസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.